ഹലോ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തേ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെയാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് ന്യൂ ആയിട്ടുള്ള എന്താ പറയുക, നമ്മൾ ഓരോ ദിവസവും കടന്നു പോയപ്പോൾ കിട്ടിയ കുറച്ച് വിവരങ്ങൾ, അതിലെ ഒരു പ്രധാന കാര്യമായിട്ടാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇപ്പോൾ ചൈൽഡ് ബെനിഫിറ്റിനെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം അറിയായിരിക്കും. ഐ മീൻ കിൻഡർ ഗെൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ജർമ്മൻ ഗവൺമെൻറ് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്ര രൂപ പേ ചെയ്യുന്നുണ്ടുള്ള കാര്യം നമുക്ക് ആദ്യം അറിയായിരിക്കും, ഇങ്ങോട്ട് വരുന്ന എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അത് കൂടാതെ നമുക്ക് കിൻഡർ സൂഷ്ലാഗ് എന്ന് പറഞ്ഞിട്ട് ചൈൽഡ് ബെനഫിറ്റ് തരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അറിയുന്നത് ഞാനിവിടെ വന്നതിന് ശേഷം, ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് 1 ഇയർ ആയി ഇവിടെ വന്നിട്ട്. അപ്പോൾ വന്നതിന് ശേഷം എനിക്ക് ഇൻ്റഗ്രേഷൻ കോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് ജോയിൻ ചെയ്യാൻ പോയി. അപ്പോൾ ആ സമയത്താണ് അവരെൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവരെനിക്കൊരു ബ്രോഷർ എടുത്ത് തന്നു. അപ്പോൾ അത് സംഭവം ഫാമിലി കാസയിൽ തന്നെ വരുന്നതാണ്. നമ്മൾ കിൻഡർ ഗെൽഡ് അപ്ലൈ ചെയ്ത ഒരാൾക്ക് ഈ ഒരു കിൻഡറിൻ്റെ ബെനിഫിറ്റും കൂടി കിട്ടും, എക്സ്ട്രാ ആയിട്ട് കിട്ടും. ഇത് ഏകദേശം പറയുന്നത് 292 യൂറോ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ കിട്ടാം. അത് എന്തൊക്കെ ഇത് അനുസരിച്ചിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ സാലറി, പിന്നെ അതുപോലെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ റെൻറ്റ്, പിന്നെ കുട്ടി കിൻഡർ ഗാർഡനിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീസ്, പിന്നെ നമ്മൾ ഭക്ഷണത്തിനായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന, സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണത്തിന് കൊടുക്കുന്ന ഫീസ്, ഇതിൻ്റെ എല്ലാ രേഖകളും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനനുസരിച്ചിരിക്കും അതിൻ്റെ തുക അവർ നിർണ്ണയിക്കുന്നത് എന്നേ ഉള്ളൂ. എനിക്ക് അവർ എൻ്റെ ഇൻ്റഗ്രേഷൻ കോഴ്സിന് പോയിട്ടുള്ള ആ കോളേജിൽ നിന്നിട്ട് അവരെനിക്ക് ഈ ഒരു ബ്രോഷർ തന്നിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അങ്ങനെ ചെക്ക് ചെയ്തൊന്നും നോക്കിയിട്ടില്ല. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു. അന്ന് തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ബ്ലൂ കാർഡ് വിസയിലാണ്. അപ്പം എന്താ പറയുക, കുറച്ച് പ്രയോറിറ്റി ഉള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള അറിയില്ലല്ലോ. പക്ഷെ അവർ പിന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളൊരാൾ വർക്ക് ചെയ്യുന്നില്ലല്ലോ, ഒരാൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ എന്തായാലും അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു കുറച്ച് കാലം കഴിഞ്ഞു, മക്കളൊക്കെ കിൻഡർ ഗാർഡനിലൊക്കെ പോകാൻ തുടങ്ങി. ആ ഒരു സമയത്താണ് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് നോക്കി. ഞാൻ ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഇതിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കും ഇതുപോലെ ഇതിൽ ഒരു ചെറിയൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ